സോ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ആ റൈറ്റ്ബർഗ് ഇക്വേഷനിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കുറച്ച് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതെന്തോ നമ്മൾ ഇതുവരെ കേൾക്കാത്തതോ കാണാത്തതോ എന്തോ ഒരു സംഭവമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് അത് വായിക്കുമ്പോൾ കുട്ടികൾ പാനിക് ആവാതെ നോർമലായിട്ട് അത് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ 2025 ജെഇ മെയിൻ്റെ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സാധനത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ആ ക്വസ്റ്റ്യനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പഠിച്ച തിയറട്ടിക്കൽ ഫോർമുലേറ്റ് ചെയ്തിട്ട് തിയറട്ടിക്കൽ അനാലിസിസ് നമ്മളത് ഫോർമുലേറ്റ് ചെയ്ത് ഡയറക്റ്റ് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ചെറിയൊരു അപ്ഗ്രഡേഷൻ അവരുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മസ്കുലാർ പെയിൻ. ഇപ്പോൾ മസ്കുലാർ പെയിൻ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് റേഡിയേഷൻ വഴിയാണ് ആ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് അബൌട്ട് 900 നാനോമീറ്റർ. അപ്പോൾ 900 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ആ റേഡിയേഷൻ കിട്ടണമെങ്കിൽ, അതായത് 900 നാനോമീറ്ററിലുള്ള റേഡിയേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ ഏത് സ്പെക്ട്രൽ ലൈനാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻ ഏതാണ് എന്ന് വെച്ചാൽ, ഇലക്ട്രോൺ എവിടെ നിന്ന് എവിടേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വേവ് ലെങ്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. നമുക്കറിയാം 1/λ is equal to Rydberg constant into z² into 1/n1² minus 1/n2². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലാംഡയുടെ വാല്യൂ 900 നാനോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഞാനിവിടെ എഴുതി 1/900 നാനോമീറ്റർ is equal to റൈറ്റ്ബർഗ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ നാനോമീറ്ററിനെയും ഞാൻ സെന്റിമീറ്ററിലേക്ക് മാറ്റി എഴുതാണ്. കാരണം നമുക്ക് എല്ലാ വാല്യൂസും ഒരുപോലെ ആണെങ്കിലേ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. യൂണിറ്റ് ഷുഡ് ബി സെയിം. അപ്പോൾ ഇവിടെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഷുഡ് ബി 10⁻⁻⁷. നിങ്ങൾക്കറിയാം 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. അപ്പോൾ 10⁻⁷ സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റി. ഇവിടെ 10⁵ വന്നു. Z എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആണല്ലോ, അപ്പോൾ Z1 ആണ്. അപ്പോൾ 1² ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി 1/9 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 10⁵ ഇൻറ്റു 10⁻⁵ ഇൻറ്റു 10⁵ is equal to 1/n1² minus 1/n2². ഇത് 10⁵ 10⁻⁵ ക്യാൻസൽ. അപ്പോൾ 1/9 എന്ന് വന്നു. അപ്പോൾ 1/9 is equal to 1/n1² minus 1/n2². അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 1/9 കിട്ടണമെങ്കിൽ ഇവിടെ എന്തായാലും this should be 1/3² അല്ലേ. പിന്നെ ഇവിടെ അപ്പോൾ 1/n1² എന്ന് പറയുന്നത് 1/3² ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്താണ്, 0 ആണ് വരിക. അവിടെ 0 വന്നാലല്ലേ 1/9 മാത്രമായിട്ട് വരുള്ളൂ. അപ്പോൾ അവിടെ 0 വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി 1/∞². 0 എന്ന് പറഞ്ഞാൽ 1/∞ വിൽ ഗിവ് യു 0. അപ്പോൾ ആ ഒരു ലോജിക്ക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലെ n1 ആൻഡ് n2 ആരാന്ന് കണ്ടുപിടിക്കുന്നത്. സോ n1 ഇസ് 3 ആൻഡ് n2 ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിന്ന് 3ലേക്കുള്ള ട്രാൻസിഷൻ ആണ് ആക്ച്വലി നമുക്ക് ഈ റിക്വയർഡ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എമിറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം n1 3 ആണെങ്കിൽ അത് ഏത് സീരീസ് ആണ്, പാഷൻ സീരീസ് ആണ്. അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്, ആൻസർ ഇസ് 1.